വലിയമ്മച്ചി തന്നുവിട്ട കടുമാങ്ങ ഇത് നല്ല എരിവുണ്ട്. വൈകുന്നേരത്തേക്ക് കഞ്ഞിക്ക് കൂട്ടാൻ. ആ പാർക്കുട്ടി കണ്ടാൽ ഇതിന്റെ പാതി അവൾ തീർക്കും. നീ ഇതൊന്ന് നോക്കിക്കൊള്ളണം, ഞാൻ കുളിക്കാൻ പോകുക. ശരി അമ്മേ, ഞാൻ നോക്കിക്കാണാം. അമ്മ ധൈര്യമായി പോക്കോ. ഇത് എന്റെ ഫോണിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ആഹാ, എന്തൊരു മണം! അടുക്കളയിൽ അച്ചാറിന്റെ മണം വരുന്നുണ്ടല്ലോ ഐഷു. അതെ അതെ, ആന്റി വലിയമ്മച്ചയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ കടുമാങ്ങ. നല്ല എരിവാണെന്ന് കേട്ടെ. കടുമാങ്ങയോ? ഇങ്ങനെ ഒരു പൊളിക്കും. ഇവിടെ കടുമാങ്ങ ഇവിടെ. ഹൈ, സൂപ്പർ. അമ്മോ, എരിയുന്നേ അമ്മേ. വെള്ളം ഇവിടെ വെള്ളം. ഒരു ഗ്ലാസ്സിലിരിക്കും. അയ്യോ, ഇതെന്താ പൊളിക്കുന്നേ? അയ്യോ എരിവും പുളിയും എന്റെ കിഡ്നി കരിയിപ്പിക്കുമല്ലോ. നിന്റെ മുഖത്തെന്താ ഒരു തക്കാളി പോലെ ഇരിക്കുന്നേ? ഞാൻ അടുക്കളയിൽ ഇരുന്ന് വെള്ളം കുടിച്ചു. അതിൽ ഭയങ്കര പുളി. ഏത് വെള്ളം? അടുക്കളയിൽ ആ സ്റ്റീൽ ഗ്ലാസ്സിൽ ഇരുന്നതോ? അതെ ചേച്ചി. അയ്യോ, അത് അമ്മ അച്ചാറിൽ ഇടാൻ വെച്ചിരുന്ന വിനാഗിരിയാണ്. നീ അത് കുടിച്ചോ? ഈശ്വര, വിനാഗിരിയോ? ഇനി പാറുവിന്റെ വയറ്റിൽ കിടക്കുന്ന മാങ്ങയൊക്കെ അച്ചാറായി മാറുമോ ചേച്ചി? എന്തിനാ ഇവിടെ ഒരു ബഹളം? ആന്റി പാറക്കുട്ടി കടുമാങ്ങ തിന്ന് അതിന്റെ മുകളിലേക്ക് ഒരു വിനാഗിരിയും കുടിച്ച്. എന്താണ്? എന്റെ വിനാഗിരി മുഴുവൻ കുടിച്ചോ? പാറു, നിനക്ക് വയറിളക്കം വരും. പോയി 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്ക്. ഇനി പാറക്കുട്ടി ജന്മത്തിലെ അടുക്കളയിൽ കയറില്ല. ഇപ്പൊ എന്തൊരു ആശ്വാസം. അമ്മേ, പിന്നെയും കടുമാങ്ങ അച്ചാർ വാങ്ങിക്കുമ്പോ എനിക്ക് കുറയ്ക്കാൻ പറയണേ. എടി, നീ ഇതുവരെയ്ക്ക് അടങ്ങിയില്ലേ? അയ്യോ ഐശു, മാറി, എനിക്ക് കക്കൂസിൽ പോണം. നിങ്ങൾ എല്ലാരും എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എനിക്ക് കാൽ വേദന എടുക്കുന്നു. അമ്മേ, ഇന്നെന്താ സ്പെഷ്യൽ കഴിക്കാൻ? ഇന്ന് നിനക്ക് കഞ്ഞി. ഒന്ന് പോടി ഐശു. ബിരിയാണി കഴിക്കാൻ കൂട്ടിയായിട്ട് വയ്യ. അമ്മ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി തരുമോ? അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് തന്നാലും മതി. എടി, നിനക്ക് വയറിളക്കമല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണമെന്നല്ലേ ഉള്ളൂ. അമ്മേ, ഇവളിന്റെ താളത്തിനൊത്ത് തുള്ളരുതമ്മേ. പോ ചേച്ചി, ഞാൻ ഇവിടെ എന്താ തുള്ളിക്കൊണ്ടിരിക്കാണ്. അമ്മേ, ബിരിയാണി, എനിക്ക് പ്ലീസ് ബിരിയാണി വേണം അമ്മേ. ഒന്ന് പോക്കുച്ചേ. ബിരിയാണി. എടി പാറു, നിന്റെ അച്ഛൻ അമ്പാനിയൊന്നുമല്ല തോന്നുമ്പോ ബിരിയാണിയും ബന്തിയൊക്കെ വാങ്ങി കഴിക്കാൻ.